നമസ്കാരം. നമ്മളിന്ന് തേർഡ് സെമസ്റ്റർ MDC ഫോർ BA പ്രോഗ്രാംസ് BAക്കാരുടെ MDC മലയാളത്തിലുള്ള ഒരു ചാപ്റ്ററാണ് സംഘകാല ജീവിതവും സംസ്കാരവും എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ വീഡിയോ ആണ്. എല്ലാവരും ഇതിൽ കൊടുത്തിരിക്കുന്ന സ്ലൈഡ് എന്താണെങ്കിലും വായിക്കണേ, കാരണം അത്രയും കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു പാഠഭാഗമായതുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ന് കേരളം എന്നറിയപ്പെടുന്ന ദേശത്തിന് സാമൂഹികവും സാംസ്കാരികമായും വലിയ ഒരു പ്രാചീനതയും പാരമ്പര്യവും അവകാശപ്പെടാനുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ്, ഇതിൽ സംഘകാല ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. സംഘം കൃതികളിൽ നിന്ന് കണ്ടെടുക്കാവുന്ന സാമൂഹികവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളെയാണ് സാമാന്യമായിട്ട് സംഘകാല ജീവിതം എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് സംഘകാല ജീവിതം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സംഘം കൃതികളിൽ നിന്ന് കണ്ടെടുക്കാവുന്ന സാമൂഹികവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളെ സാമാന്യമായിട്ട് സൂചിപ്പിക്കുന്നതിനെയാണ് സംഘകാല ജീവിതം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് തിണസങ്കല്പം എന്ന് പറയും. തിണസങ്കല്പം സംഘകാല ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് പകർന്നു തരുന്നു. ഐന്തിണകൾ, അതായത് കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. അതിൽ കുറിഞ്ചി എന്ന് പറയാം കുന്നിൻപുറം, പർവ്വതം എന്ന അർത്ഥത്തിൽ. മുല്ലൈ മേച്ചിൽപ്പുറങ്ങൾ, മരുതം സമതലങ്ങൾ, നെയ്തൽ കടൽ നദീതീരങ്ങൾ, പാലൈ തരിശുഭൂമി. ഇവയാണ് തിണസങ്കല്പം, അതായത് ഐന്തിണകൾ എന്ന് പറയുന്നത്. ഇതിൽ പ്രേമം എന്ന വികാരമാണ് സാമാന്യമായിട്ട് സംഘകാല ജീവിതത്തിൻ്റെ ഇതിവൃത്തം അഥവാ ഉരിപ്പൊരുൾ എന്ന് പറയുന്നത്. ജീവിതത്തിൽ നിർണായക സാന്നിധ്യമായ മരം, മൃഗം, തൊഴിൽ, പക്ഷി എന്നിവയൊക്കെ ചേർത്ത് പറയുന്നതാണ് കരുപ്പൊരുൾ എന്ന് പറയുന്നത്. ജീവിതത്തിലെ പശ്ചാത്തലമായ കാലാവസ്ഥ, ഭൂപ്രകൃതി എന്നിവയെ മുതൽ പൊരുൾ എന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഉരിപ്പൊരുൾ, കരുപ്പൊരുൾ, മുതൽ പൊരുൾ, ഇതിലെ ഓരോ തുണകൾക്കും പ്രത്യേകം മുതൽ പൊരുളും കരുപ്പൊരുളും ഉരിപ്പൊരുളുമുണ്ട്. അവ ഇങ്ങനെയാണ്. കുറിഞ്ചി എന്ന് പറയുന്നത് കറുത്ത മേഘങ്ങൾ നിറഞ്ഞ പർവ്വത പ്രദേശമായ കുറിഞ്ചിത്തിണ. ഹരിതഭംഗിയായ പ്രദേശമാണ്. പിന്നെ ഇതിനിങ്ങനെ ഓരോ പൂവൊക്കെ ഉണ്ട്. ദേശപുഷ്പം കുറിഞ്ഞിപ്പൂവാണ്. ഇവരുടെ ദൈവം മുരുകനാണ്. ഇവരുടെ പ്രധാനമായും കൃഷി തിന, നെല്ല് എന്നിവയാണ്. മയിലാണ് പ്രധാന പക്ഷി. നിങ്ങൾ ഈ സ്ലൈഡ് വായിക്കണേ, അതാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. പിന്നെ മുല്ലൈ കാട്ടുപ്രദേശമാണ്. പുൽമേടുകളും കുറ്റിക്കാടുകളും ഒക്കെയുള്ള ഭാഗത്തെയാണ് മുല്ലൈ എന്ന് പറയുന്നത്. മുല്ലപ്പൂവാണ് പ്രധാന പുഷ്പം എന്ന് പറയുന്നത്. അതുപോലെ വൃക്ഷം എന്ന് പറയുന്നത് കൊന്നയാണ്. മാനും മുയലുമാണ് മൃഗങ്ങൾ. നിങ്ങൾ സ്ലൈഡ് മുഴുവൻ വായിക്കണം കേട്ടോ. പിന്നെ അടുത്തത് മരുതം പറഞ്ഞാൽ സമതല പ്രദേശമാണ്. അതായത് ഇവിടെ നദികളും പട്ടണങ്ങളും ഒക്കെയുണ്ട്. താമരയാണ് പ്രധാന പുഷ്പം എന്ന് പറയുന്നത്. നെൽകൃഷിയാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. അടുത്തത് നെയ്തൽ കടൽ തീരമാണ്. അപ്പോൾ ഇവിടുത്തെ പൂവ് നെയ്തൽ എന്ന് പറയുന്നൊരു പൂവാണ്. വരുണനാണ് ദേവനായിട്ട് വരുന്നത്. പിന്നെ സ്രാവ് മുതലൊക്കെയാണ് മൃഗങ്ങൾ. തൊഴിൽ എന്ന് പറയുന്നത് ഉപ്പുവാരലും മീൻപിടുത്തവുമാണ് നെയ്തലിൽ കേട്ടോ. പാലൈ എന്ന് പറയുന്നത് മുല്ല, കുറിഞ്ചി തിണകളുടെ മിശ്രിതമാണ്. കുറ്റിക്കാടുകളും പാറയും നിറഞ്ഞതാണ്. ഇവിടെ കൊള്ളയടിച്ച് ജീവിക്കുന്നവരാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഋതുകാലങ്ങൾ കൊടും വേനലും നട്ടുച്ചയുമാണ് എന്ന് പറയുന്നത്. കൊറ്റവൈ ആണ് പാലൈ തിണയിലെ ഇഷ്ടദേവത എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സംഘകാല കൃതികളെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടുകൾ ദക്ഷിണേന്ത്യയുടെ സാംസ്കാരികത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അക്കാലത്ത് രചിക്കപ്പെട്ട സാഹിത്യത്തെയാണ് നമ്മൾ സാമാന്യമായിട്ട് സംഘകാല സാഹിത്യം എന്ന് പറയുന്നത്. ഈ സംഘകാല സാഹിത്യത്തെ പൊതുവെ 3 വിഭജിച്ചിട്ടുണ്ട്. എട്ടുത്തൊകൈ, പത്തുപ്പാട്ട്, 11 കണക്ക് എന്നിവയാണ് സംഘകാല കൃതികളെ വിഭജിച്ചിരിക്കുന്നത്. ഇതിൽ എട്ടുത്തൊകൈ എന്ന് പറയുന്നത്, തൊകയെന്ന് വെച്ചാൽ സമാഹാരം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ 8 ഗീതങ്ങളുടെ സമാഹാരമാണ് എട്ടുത്തൊകൈ എന്ന് പറയുന്നത്. ഈ 8 ഗീതങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. നറ്റിണൈ, കുറുന്തൊകൈ, ഐങ്കുറുനൂറ്, പതിറ്റുപ്പത്ത്, കലിത്തൊകൈ, അകനാനൂറ്, പുറനാനൂറ് എന്നിവയാണ് ഈ എട്ടുത്തൊകയിൽ ഉൾപ്പെടുന്ന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് പത്തുപ്പാട്ടാണ്. പ്രാചീന കാലത്ത് പൊരുന്നർ, പാണർ, വിറലിയർ, കൂത്തർ എന്നിങ്ങനെയുള്ള കലാകാരന്മാർ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെ ജീവിച്ചിരുന്നു. അവരെ ജീവനോപാധിയായി കണ്ടിരുന്ന സമ്പന്നമായ പ്രഭുക്കളെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ട് എഴുതുന്ന കവിതകളും പ്രശംസാപത്രങ്ങൾ പോലെയൊക്കെയായിരുന്നു. അപ്പോൾ ഇതിന് ഇവർക്ക് ഇങ്ങനെ അവർക്ക് കൊടുക്കും, അവർക്ക് പകരം സമ്മാനങ്ങൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ ദാരിദ്ര്യമാറിയ കവികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ദാരിദ്ര്യമാറിയ കവികൾ തങ്ങളുടെ വഴി മറ്റുള്ള കവികളെയും വരാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അവിടുത്തെ തന്നെ സഹായിച്ചവരുടെ പേരും ദേശവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കലാകാരന്മാരെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പെടുന്നൊരു കൃതിയാണ് ആറ്റുപ്പട എന്ന സാഹിത്യ പ്രസ്ഥാനത്തിൽ കൃതികളാണ് പത്തുപ്പാട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് 11 കണക്കാണ്. 18 പാട്ടുകൾ ചേർന്നൊരു സമാഹാരമാണ് 11 കണക്ക് എന്ന് പറയുന്നത്.
ഇതിലെ ധർമാർത്ഥങ്ങളെക്കുറിച്ച് അറം, പൊരുൾ, ഇൻപം, വിട് എന്നീ പുരുഷാർത്ഥങ്ങളിൽ ധർമാർത്ഥ കാമങ്ങൾക്കാണ് ദ്രാവിഡ കാവ്യശാസ്ത്രത്തിൽ പ്രാധാന്യമുള്ളത്. ഈ 3 പുരുഷാർത്ഥങ്ങൾ പ്രമേയമായി വരുന്നതാണ് ഈ സമാഹാരത്തിലെ പാട്ടുകൾ എന്ന് പറയുന്നത്. സംഘകാലത്തിൻ്റെ ഒടുവിലുണ്ടായ കൃതിയായിട്ടാണ് ഈ 18 കണക്കിനെ പരിഗണിക്കപ്പെടുന്നത്. പിന്നെ തിരുക്കുറൾ. ഇന്ത്യയിലും പുറത്തുമായി നിരവധി വ്യാഖ്യാനങ്ങളുണ്ടായ ഒരു ക്ലാസിക് കൃതിയാണ് തിരുക്കുറൾ എന്ന് പറയുന്നത്. കവിയുടെ പേര്, എഴുതിയ ആളുടെ പേര് ലഭ്യമല്ല. തിരുവള്ളുവർ നമ്മൾ പറയാറുണ്ട്, പക്ഷേ അത് കുടുംബപ്പേരാണ് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ചിലപ്പതികാരം. പ്രാചീന തമിഴ് കാലത്തെ ചേര, ചോള, പാണ്ഡ്യ രാജ്യങ്ങളെ കൂട്ടിയിണക്കിയാണ് ചിലപ്പതികാരം രചിക്കപ്പെട്ടിട്ടുള്ളത്. പുകാർകാണ്ഡം, മധുരൈക്കാണ്ഡം, വഞ്ചിക്കാണ്ഡം എന്നിങ്ങനെ 3 കാണ്ഡങ്ങളിലായിട്ടാണ് ഈ കാവ്യം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇളങ്കോവടികളാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ മണിമേഖല. ബുദ്ധമത കാവ്യമായാണ് മണിമേഖല അറിയപ്പെടുന്നത്. കൂരവാണികൻ ചാത്തനാരാണ് കാവ്യത്തിൻ്റെ കർത്താവ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഐഹിക സുഖങ്ങളിൽ അഭിരമിച്ചൊരു ജനതയെ ധാർമ്മികതയിലേക്ക് നയിക്കുന്ന ആശയങ്ങളാണ് ഈ മണിമേഖലയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധമത കാവ്യം എന്ന് പറയുമ്പോൾ അതൊന്ന് ഓർത്താൽ മതി കേട്ടോ. പിന്നെ അഗസ്ത്യം. തമിഴ് വ്യാകരണ ഗ്രന്ഥമായ അഗസ്ത്യം എഴുതിയത് അഗസ്ത്യാറാണ് കേട്ടോ, മറക്കരുത്. തമിഴിലെ ആദ്യത്തെ വ്യാകരണ സൗന്ദര്യ ശാസ്ത്രകൃതിയായിട്ടാണ് അഗസ്ത്യത്തെ പരിഗണിക്കുന്നത്. പിന്നെ തൊൽക്കാപ്യം. പ്രാചീന തമിഴ് വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്യം. വ്യാകരണം എന്നാൽ ഗ്രാമർ. ദ്രാവിഡ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ പ്രമാണ ഗ്രന്ഥമാണ്. 3 ഭാഗങ്ങളാണുള്ളത്. 1-ാം ഭാഗം എഴുത്തധികാരം, 2-ഉം 3-ഉം ഭാഗങ്ങൾ ചൊല്ലധികാരം, പൊരുളധികാരം എന്നിങ്ങനെയാണ് തൊൽക്കാപ്യത്തിൽ അറിയപ്പെടുന്നത്. പിന്നെ നക്കീരൻ. കവികളെയാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് കൃതികളാണ്, ഇപ്പോൾ നമ്മൾ കവികളെയാണ് പറയുന്നത്. പാണ്ഡ്യരാജവംശത്തിൻ്റെ ഭാഗമായിരുന്ന 3-ാം സംഘത്തിൽ നേതൃത്വം നൽകുന്ന കവിയാണ് നക്കീരൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് തിരുമുരുകാറ്റുപടി, നെടുനെൽവ എന്നീ കൃതികളുടെ കർത്താവാണ് കേട്ടോ. പിന്നെ പരണര്. ക്രിസ്തുവിന് മുൻപ് 1-ാം നൂറ്റാണ്ടിൽ, ക്രിസ്തുവർഷം 2-ാം നൂറ്റാണ്ടിൽ ഇടയ്ക്കാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് പറയുന്നു. എട്ടുത്തൊകൈ, പത്തുപ്പാട്ട് എന്നിവയിലായി ഏതാണ്ട് 80ഓളം കവിതകൾ പരണരുടേതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ കപിലർ. സംഘസാഹിത്യത്തിൽ പരാമർശിക്കുന്ന പ്രധാന കവികളിൽ ഒരാളാണ് കപിലർ എന്ന് പറയുന്നത്. വേൽപ്പാരി എന്ന നായകനുമായി ബന്ധപ്പെട്ടാണ് കപിലരുടെ പേര് നമ്മൾ പരാമർശിക്കാറുള്ളത്. ഇളങ്കോവടികൾ. ചിലപ്പതികാരത്തിൻ്റെ കർത്താവാണ് നമ്മൾ നേരത്തെ കൃതികൾ പഠിച്ചല്ലോ, അപ്പോൾ അതിൽ പറഞ്ഞല്ലോ ചിലപ്പതികാരം. അപ്പോൾ അതിൻ്റെ രചയിതാവാണ് ഇളങ്കോവടികൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇത്രയാണ് കൃതികൾ. ഇപ്പം നമ്മൾ തിണകൾ പറഞ്ഞു, കൃതികൾ പറഞ്ഞു, കവികൾ പറഞ്ഞു അല്ലേ, സംഘകാല സാഹിത്യത്തെക്കുറിച്ച്. അപ്പോൾ ഇത് ഒരു ഏറ്റവും ബ്രീഫായി പറഞ്ഞാൽ വലിയൊരു ചാപ്റ്ററാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും ചാപ്റ്റർ പ്രാവശ്യം കൂടി വായിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.